അവനല്ല, കള്ളാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ. അവൻ പോവും. പോടേൻ്റെ ഇടയിൽ ഉമ്മാനെ അടിച്ചൊരു വശത്തിട്ട് ഇവൻ തിരിഞ്ഞു പോകുമ്പോൾ വെച്ചുത്തി വീഴുകയാണ്. വീണ സമയത്ത് അവൻ അമ്മേ എൻ്റെ മോന്, അല്ലാ എൻ്റെ മോന് എന്ന് പറയണ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം. മാതാപിതാക്കളുടെ വീട് എപ്പോഴും നിങ്ങളുടെ വീടായിരിക്കും, എന്നാൽ നിങ്ങളുടെ വീട് എപ്പോഴും അവരുടെ വീടായിരിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളെ സുഖമായി കാണാൻ മാതാപിതാക്കൾ അവരുടെ അവസാന പണവും ചിലവഴിക്കും, എന്നാൽ എല്ലാ മക്കളും അവർക്കായി അതുപോലെ മാറ്റി വെക്കാറില്ല. മറ്റൊന്ന്, അവർ നിങ്ങൾക്കായി അവരുടെ സമയം, ഉറക്കം, സ്വപ്നങ്ങൾ എന്നിവ ത്യജിക്കും, തികച്ചും നിശബ്ദമായി, യാതൊരു കണക്കു പുസ്തകം സൂക്ഷിക്കാതെ. നാലാമത്തെ ഒരു കാര്യം, ആ വീട് നിശബ്ദമാകും, ഫോൺ വിളികൾ നിലക്കും, അവരുടെ ഉപദേശങ്ങൾ ഇനി വരില്ല. അതുകൊണ്ട് അവസാനത്തെ പോയിൻ്റ് ഇതാണ്, അതുകൊണ്ട് അവരെ വിളിക്കൂ, അവരെ പോയി കാണൂ, കുറച്ചുകൂടി സമയം ചേർത്ത് പിടിക്കൂ. കാരണം ഈ ലോകത്തിൽ മാതാപിതാക്കളുടെ സ്നേഹത്തോളം വിശ്വസ്തതയും ക്ഷമയുള്ളതും നമുക്ക് മറ്റൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് കാര്യങ്ങൾ. നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ സംഭവങ്ങളിലുണ്ട്. അതെ, നമ്മുടെ വീട് നമുക്കെപ്പോഴും ഒരു കയറി ചെല്ലാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മളത് എന്ന് തോന്നുന്ന ഒരു സംഗതി മാതാപിതാക്കളുള്ള വീടാണ്. തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട് എത്രത്തോളം അവരുടേതായി അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. 5 പോയിന്റ് പറയണമെങ്കിൽ നമുക്ക് സമയം ഒരുപാട് വേണ്ടി വരും അവിടെ. ഒരു ഒരു പോയിന്റ്, 1-2 പോയിന്റ്, അത് മാതാപിതാക്കൾ എന്നുള്ളതിൻ്റെ ഒരു സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും അറിയോ, നമ്മൾ ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ട പരിഗണനകൾ മക്കളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളത് ചിന്തിച്ചു തുടങ്ങുക. അല്ലേ? അതെ അതെ. എൻ്റെ മോൻ എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുന്ന എത്രയോ പ്രായമുള്ള മാതാപിതാക്കളുണ്ട്. അവർ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്നും ആവശ്യപ്പെടാനൊന്നുമല്ല. ഇപ്പം 3 ആൺകുട്ടികളുള്ള ഒരു ഉമ്മ സ്ഥിരമായിട്ട് ഒരു മോൻ്റെ ഓട്ടോ ഡ്രൈവറാണ്. സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, ഉമ്മാനെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വിളിക്കും. കാരണം എന്താ വെച്ചാൽ ഉമ്മാക്ക് മഗ്‌രിബ് കഴിഞ്ഞിട്ടൊരു ഗുളികയുണ്ട്. അപ്പോൾ ഇവന് കാരണം പറഞ്ഞിട്ടാണ് വിളിക്കുക, ഉമ്മാൻ്റെ ഗുളിക കുടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാന്ന്. പക്ഷേ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എനിക്കിതല്ലാതെ ഉമ്മാക്ക് കൊടുക്കാനൊന്നുമില്ല. കാരണം അവൻ 5 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, ഭാര്യ രോഗിയാണ്. അപ്പോൾ ഉമ്മ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കാറുള്ളത്. മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് മൂത്ത ജ്യേഷ്ഠനാണ്. അതിന് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഇവന് ചിലക്ക് ഉമ്മാനായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മഗ്‌രിബിന് ഉമ്മയെ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഞാൻ ഉണ്ടാവും. അസുഖമായിട്ട് എനിക്ക് വിളിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ ഉമ്മ നമ്മളടുത്ത ബന്ധുവാണ്. നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കേട്ടിരിക്കുമ്പോഴേ ഇന്നിപ്പോൾ എന്തേപ്പോൾ വിളിക്കാത്തത്, ആകെ അസ്വസ്ഥതായിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പറിൽ വിളിച്ചു. അപ്പം പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇങ്ങനെ ഓട്ടോ ഓടുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ എന്നോട് പറഞ്ഞതാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉമ്മാനോട് കാര്യം പറഞ്ഞതുമില്ല, ഈ കാര്യം ഉമ്മാനോട് പറഞ്ഞതുമില്ല. കാര്യങ്ങളൊക്കെ തുടർന്നു. കുറച്ച് വിഷയമൊക്കെ അല്ല, കുറച്ച് സീരിയസ് ഒന്നുമല്ല, ചെറിയൊരു ഡ്രിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയാനല്ലോ, കുറച്ച് പ്രായമുള്ള ഉമ്മയാണ്. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഉമ്മ ഓൻ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് വല്ലാത്ത ബേജാറാണ്, പ്രശ്നമാണ് ബുദ്ധി. അപ്പോൾ ഓൻ വിളിച്ചാലേ ഗുളിക കഴിക്കുള്ളൂ, ആ പ്രായത്തിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ അവൻ വിളിച്ചു, ഇന്നിപ്പോൾ എന്തേലും വിളിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് അതിൻ്റെ 2 വശമാണ് ഞാൻ പറയണത്. വെച്ചാൽ ഇവനെക്കുറിച്ച് എപ്പോഴും ഉമ്മാക്ക് വാചാലമായി സംസാരിക്കും. ഉമ്മാക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയുടെ പൈസ പോലും ചിലവഴിക്കാൻ അയാൾക്കില്ല. ഒന്ന്, അയാൾ ചിലവഴിക്കൂല എന്നുള്ള വാശിയൊന്നുമല്ല, മൂത്ത ജ്യേഷ്ഠന്മാർ കൊടുക്കണ്ടല്ലോ. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കുള്ള വസ്ത്രം, ഉമ്മാക്കുള്ള മരുന്ന്, ഉമ്മാൻ്റെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതുള്ള വണ്ടി കാര്യമൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? മൂത്ത ജ്യേഷ്ഠനാണ്. അവനെക്കുറിച്ചൊരു സംസാരം ഉമ്മാക്കില്ല. മനസ്സിലായോ? അപ്പം
ആ ഉമ്മൻ്റെ മനസ്സിൻ്റെ ടച്ച് ചെയ്യാൻ അവർ ഒരു വാക്ക് പോലെ ഓൻ്റെ ആശ്വാസം എന്താണ്, മക്കൾ മരുന്ന് ഞാൻ വാങ്ങി കൊടുക്കണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ കൊണ്ടുപോകണല്ലോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി വിട്ടു കൊടുക്കണ്ടല്ലോ, വിളിച്ചാണ്ട് ഓട്ടോക്കാരനെ ഏൽപ്പിക്കണ്ടല്ലോ, ഇതല്ലേ. ആ ഉമ്മ അവസാനം പറഞ്ഞത് ഒന്ന് വിളിക്കും കൂടിയില്ല. രണ്ട് തലം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വിചാരം എന്താ പറയുക, ഞാൻ അമ്മക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ചെയ്യണ്ടല്ലോ എന്നുള്ള ആസ്വദിക്കുമ്പോഴും അവിടുന്ന് അത് ചെയ്യുന്നതിനുള്ളൊരു പ്രാർത്ഥന പോലും ഉമ്മാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടണില്ല. എന്ന് വെച്ചാൽ എന്താ, കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഉമ്മ പ്രാർത്ഥിക്കൂല എന്നൊന്നും അല്ല പറയണത്. ഇത് മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരനെയോ ഏൽപ്പിച്ചിട്ടുണ്ടാവും ഉമ്മാക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെയ്യുന്നവൻ്റെ നീയത്ത് ഓക്കെയാണ്. അതിൻ്റെ അവസാനത്തെ പോയിന്റ് നിങ്ങൾ എന്താ വായിച്ചത്, നിങ്ങളൊന്ന് വിളിക്കൂ. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട്, ഒന്ന് അടുത്തേക്ക് ചെല്ലി ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ഈ മരുന്ന് കുടിച്ചോ എന്ന് ചോദിക്കുന്ന മോനെ എപ്പോഴും ഉമ്മാക്ക് ഓർമ്മയാണ്. കാരണം എന്താ, ഇവൻ എൻ്റെ മരുന്നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ എല്ലാ സമയത്തും ഇന്നോ അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം അപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ മൂപ്പരിങ്ങനെ സംതൃപ്തി അടിയാണ് ഒരാള്. മറ്റയാളൊന്നും ചെയ്യണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇതേല് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഉമ്മാനായിട്ട് എനിക്കൊരു കണക്ഷൻ പിന്നെ ഇനി വേറെ വഴിക്ക് എങ്ങനെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ഞാൻ തുടങ്ങിയതാണ്, നമ്മളടുത്ത് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടാവില്ല. അതുകൊണ്ടാണ് അവരുടെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്. അവരുടെ പല ആവശ്യങ്ങളും നമ്മളോട് അവർ പറയാത്തത്. എൻ്റെ മോൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളൊരു മാതാപിതാക്കളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളും ചിന്ത അതായിരിക്കും, മക്കളെ ബുദ്ധിമുട്ടിക്കുക. അത് ഒരു കഥയിൽ പറയാറുണ്ടല്ലോ, കള്ളുകുടിയനായൊരു മോന് ഉമ്മാനെ എന്നും പ്രയാസപ്പെടുത്തും, എന്നും ഉമ്മാനെ ബുദ്ധിമുട്ടിക്കും, അടിക്കും, അതുപോലെ തന്നെ മൃതപ്രായമാക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. സന്തോഷത്തോടെ കള്ളാണ് അവന് പ്രശ്നം, അവനല്ല, കള്ളാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ. അവൻ പോവും. പോടേൻ്റെ ഇടയിൽ ഉമ്മാനെ അടിച്ചൊരു വശത്തിട്ട് ഇവൻ തിരിഞ്ഞു പോകുമ്പോൾ വെച്ചുത്തി വീഴുകയാണ്. വീണ സമയത്ത് അവൻ എൻ്റെ മോനെ, അള്ളാ എൻ്റെ മോനെ എന്ന് പറയണ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പം ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹം അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് വാപ്പ എന്നുള്ള സ്നേഹം എത്തണമെങ്കിൽ ഒന്നാമത്തെ പോയത് മക്കളുടെ വീട് എൻ്റെ വീടല്ല എന്ന് തോന്നുന്നൊരവസ്ഥ എന്ത് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള സന്ദേശമാണ് അതിലൊന്ന്. ഞങ്ങളെ ഉമ്മാൻ്റെ വീട് എൻ്റെ വീടാണെങ്കിൽ എൻ്റെ വീട് ഉമ്മാൻ്റെയും വീടാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന യെസ് വിജയം. അവിടെയാണ് നമ്മളെ വിജയം. ഓരോ പോയിന്റുകളും വളരെ വിശാലമായി നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒതുങ്ങി നിന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഔദാര്യങ്ങളൊന്നും അല്ല, അത് തിരിച്ചറിയാം. മറിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്കുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരൊന്ന് ഒന്ന് പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്ന് സംസാരിച്ച് കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. ബാക്കിയൊക്കെ പിന്നെയാണ്, അല്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ ഒരു ബാധ്യതയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത്രയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ അതിലൊരു പോയിന്റുകൾ വായിച്ചു, നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതാണ്. പല വീഡിയോസും ചില ആളുകൾക്ക് റീൽസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണെങ്കിലും പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ 32 കൊല്ലം 30 കൊല്ലമൊക്കെ ജോലി ചെയ്ത് 5 മക്കളോ 4 മക്കളോ അല്ലെങ്കിൽ 2 മക്കളോ ഒക്കെ ഉള്ള മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അതങ്ങനെ തന്നെ പച്ചക്കറി പറയുമ്പോൾ ശരിക്കും നമ്മളെ ഹൃദയം അങ്ങനെ പൊട്ടും. എന്നുവെച്ചാൽ എന്താ, അവരുടെ അടുക്കൽ പോയിട്ടൊരു സമ്മാനം. ഇപ്പോൾ ഒരു ചങ്ങാതി ഉണ്ട്, ഒരു വീഡിയോ ചെയ്യുന്ന ചങ്ങാതി, നമ്മൾ ഈ ഒരു ചിന്തയിൽ അത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു അയാളെ വീഡിയോ കൊണ്ടു കൊടുക്കുകയാണ്, അല്ല ഒരു സമ്മാനം കൊണ്ടു കൊടുക്കുകയാണ്. ഗൾഫിൽ പ്രവാസിയായിട്ട് വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എന്താണത്, അതുങ്ങൾ വാങ്ങി അതിലൊരു ശരിക്കും നമുക്കൊരു പാടുണ്ട്. അയാളൊരു റീലിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഭയങ്കര ഒരു ഹൃദയസ്പൃക്ക് എന്ന് പറയില്ല, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സാധനം അയാളിത് കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞത്, ഇത് നിങ്ങളെ ബർത്ത്ഡേ ആണ് ഇന്ന്, നമ്മൾ ആ ബർത്ത്ഡേ ആഘോഷവും കാര്യമൊക്കെ അതൊക്കെ അതിൻ്റെ മറ്റൊരു വശമാണ്, നമ്മൾ മാറ്റി വെക്കാം. ഇത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മോള് തന്നതാണ്, ഇത് മോൻ തന്നതാണ് എന്ന് പറയുമ്പോണ്ടല്ലോ ആ മനസ്സ് പിന്നെ അങ്ങോട്ട് മതിമറക്കണം അയാൾ. 2-3 വീഡിയോസ് അതിൽ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ 28 കൊല്ലമായടാ അവിടെ വന്നിട്ട്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിച്ചു 28 കൊല്ലം. ഇനി അവസാനത്തെ ഒരു മോളുണ്ട്, ഓളെ കല്യാണോടും കഴിഞ്ഞ് തിരിച്ചു പോകണം. ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? 60 വയസ്സായി. 60 വയസ്സ് വരെ മക്കൾക്ക് വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന വാപ്പ എന്ന് പറഞ്ഞ സാധനത്തെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അയാളുടെ വീട്ടിൽ മാത്രം ഇരുത്താനുള്ളൊരു ഉപകരണമായിട്ട് മാറ്റരുത്. നമ്മളെ വീട്ടിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ള വലിയൊരു ചിന്തയാണ് ഈ 5 പോയിന്റുകൾ വായിച്ചത്. അപ്പോൾ ഓരോ വാപ്പമാരും
പ്രത്യേകിച്ച് വാപ്പമാർ, അതിലെടുത്ത് പറയേണ്ട ഉമ്മമാരെ കുറിച്ചാണ് മിക്കവാറും നമ്മൾ പറയാറുള്ളത്. വാപ്പ എന്ന് പറയുന്നൊരു പണിയായുധം മക്കൾക്ക് വേണ്ടിയിട്ട് വിയർപ്പൊഴുക്കുന്ന, അല്ലേ, മക്കളെ മാത്രം ചിന്തയിൽ വെച്ച് ജീവിക്കുന്ന ഒരുപാട് മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരൊന്നും നമുക്ക് കൊടുക്കേണ്ട സ്ഥാനം എത്ര കൊടുത്താലും മതിയാവാത്ത മനുഷ്യന്മാരാണ് അവരൊക്കെ.